ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ന്യൂ ജൽപായ്ഗുരിയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ പോയി നമ്മുടെ ബൈക്കൊക്കെ എടുത്തിരുന്നു. കണ്ണാപ്പൊന്നും അറിഞ്ഞതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബൈക്കൊക്കെ കിട്ടി, വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ടിങ് എത്തി. അപ്പോൾ നമ്മളിന്ന് രാവിലെ ന്യൂ ജൽപായ്ഗുരിയിൽ നിന്നും ഗാങ്ടോക്കിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് അവിടെ റൂമൊക്കെ ബുക്കായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ന് ആ റൂമിലോട്ട് പോവുകയാണ്. ഏകദേശം ചെറിയൊരു റൈഡാണ്, 120 കിലോമീറ്ററേ ഉള്ളൂ. 4-5 മണിക്കൂറുണ്ടെങ്കിൽ എത്തും. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ മാസത്തെ ആ ഒരു ഫ്ലഡിന് ശേഷം ആ ഒരു റോഡ് NH10 ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം പലയിടത്തും റോഡ് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഭയങ്കര പൊടിയൊക്കെയാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമുക്ക്. അങ്ങനെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കണ്ണാപ്പ് ഉറങ്ങി എണീച്ചു. നമ്മൾ 2 ദിവസം കൊണ്ട് ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് ഇന്ന് രാവിലെ നന്നായിട്ട് ഉറങ്ങിയൊക്കെ എണീച്ചിട്ടാണ് റെഡി ആയത്. അപ്പോൾ ഒരു 10 മണിയായി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. ഇനി എന്തായാലും വൈകിട്ട് 5 മണിയുടെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൽ നമ്മളങ്ങ് എത്താമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അന്ന് ഇഷ്ടപ്പെട്ടോ? വെള്ളപ്പൊക്കം റോഡ് പണി എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം തുടക്കം തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ റോഡ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അണ്ടർ BROയുടെ കൺസ്ട്രക്ഷനിലാണ് ഈ വർക്കെല്ലാം പ്രോഗ്രസ് ആവുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടോ, അതൊക്കെ കഴിഞ്ഞ് ആ വെള്ളപ്പൊക്കത്തിൽ ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ BRO ഉള്ളതുകൊണ്ട് നിമിഷ നേരം കൊണ്ടാണ് ഒരു പാലമാവട്ടെ ഒരു ഡാം ആവട്ടെ എല്ലാം പണിയുന്നത്. കാരണം നമ്മൾ പലയിടത്തോട്ടും കവർ ചെയ്ത് ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും നമ്മൾ കണ്ട സ്ഥലവേ അല്ല. എന്തായാലും ഇവിടെയൊക്കെ കുറച്ച് നല്ല റോഡുണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് റോഡില്ലെന്നാണ് ചോദിച്ചവരുടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ സിലിഗുരി എന്നുള്ള യാത്രയാണ്. നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏത് ഡെസ്റ്റിനേഷനാണ്? നമുക്കിത് കണ്ടപ്പോൾ നമ്മളുടെ സ്വന്തം ചെങ്കോട്ട വഴി പോകുന്ന അതേ ഒരു ഫീലും അതേ ഒരു വഴി അതേ ഒരു തണുപ്പ് ആ ഒരു രീതിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതുപോലെ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകൾ വ്യത്യസ്തരാണ്. കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല, വളരെ വ്യത്യസ്തരാണ്. നമുക്കറിയാലോ, അവരുടെ ഫേസ് ആയാലും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒരാൾ യാത്ര തുടരാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ഇരിക്കുകയാണ്. കണ്ണു നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് സിലിഗുരി എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന് പറയും. അപ്പം വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ടീസാറുടെ വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ ആ കലങ്ങി ഒഴുകിയതും ആ ഒരു മണ്ണെല്ലാം കൊണ്ടിട്ടതെല്ലാം നമുക്ക് കിടിലമായിട്ട് കാണാം. പക്ഷേ റോഡിൻ്റെ കണ്ടീഷൻ വളരെ ശോചനീയമാണ്. അപ്പോൾ നമുക്ക് സിക്കിമിലെ റോഡിലൊക്കെ തന്നെ ഈ മഴയത്ത് പലതും ഒലിച്ചു പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ ന്യൂസുകളിൽ കൂടി അറിഞ്ഞത്. നമ്മളിവിടുത്തെ പോലീസുകാരോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് റോഡിൻ്റെ കണ്ടീഷൻ കുറച്ച് സ്ഥലത്ത് മോശമാണ് എന്ന് തന്നെയാണ് പോലീസുകാർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെയും വൈകിട്ടത്തിന് മുമ്പ് അവിടെ എത്തണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദിയാണ് ടീസ്റ്റർ റിവർ. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്നതുണ്ട്. ഇക്കഴിഞ്ഞ മഴയത്ത് ദേ കാണുന്ന പോലെ തന്നെ കണ്ടില്ലേ വീടുകളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയേക്കാണ്.
ആ ഒരു റോയിലുള്ള കംപ്ലീറ്റ് വീടുകളും അപ്പുറത്തെ സൈഡിലുള്ള മരങ്ങളും കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. വളരെ വലിയ ഡാമേജാണ് സിക്കിമിൽ ഇത്തവണ TC ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിലേറെ ആയിട്ട് നോർത്ത് സിക്കിം ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കംലിപ്പോങ് വഴി ഡാർജിലിംഗിൽ പോകാം. ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡാർജിലിംഗ് ഒന്ന് എൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പം അതുവഴി പോകുന്നില്ല, നേരെ ഗാങ്ടോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴും നമ്മൾ സ്റ്റിൽ വെസ്റ്റ് ബംഗാൾ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പാലം കയറും, റാങ്പോ എന്നാണ് പാലത്തിൻ്റെ പേര്. ആ റാങ്പോ പാലം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ സിക്കിമിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ റാങ്പോ പാലം എത്തി നമ്മൾ ഇനി സിക്കിമിലൂടെയുള്ള യാത്ര തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, നമ്മുടെ ഈ ഒരു ട്രിപ്പിലെ സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയാനേ, ആ ഒരു സ്റ്റേറ്റിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു സിക്കിം ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സിക്കിമിലോട്ട് എത്തിയിരിക്കുകയാണ്. സിക്കിമിലോട്ട് കയറാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ 27 കിലോമീറ്ററാണ് ഗാങ്ടോക്ക് കാണിക്കുന്നത്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോകണം നമ്മൾ റൂമിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇവിടെ നേരത്തെ സന്ധ്യയാവും, ഇപ്പോൾ തന്നെ ഒരു ഇരുട്ട് മൂടി തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ എത്രയും പെട്ടെന്ന് സന്ധ്യയ്ക്ക് മുമ്പ് റൂം പിടിക്കാനുള്ള ശ്രമമാണ്. നോക്കാം നമുക്ക് എവിടെ വരെ എത്താൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിൽ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു 3 ദിവസത്തോളം നമ്മൾ ഗാങ്ടോക്കിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഗാങ്ടോക്കിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇത് തന്നെയാണ്, ട്രാഫിക്കാണ്. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. കാരണം ചെറിയ വഴികളൊക്കെ തന്നെയാണ്. നമുക്ക് ഇടയ്ക്കൂടെ കുത്തിക്കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗാങ്ടോക്കിലെ ട്രാഫിക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സൂക്ഷിച്ച് വേണം, ഇല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും. കാരണം ഇവിടുത്തെ ട്രാഫിക് പോലീസൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. നല്ല രീതിയിൽ നമ്മൾ ഫൈൻ അടിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ഗാങ്ടോക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ 6 ആയപ്പോഴേക്കും ഗാങ്ടോക്ക് എത്തി. പക്ഷേ നല്ല ഇരുട്ട്, അതുപോലെ നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് BROൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലാണ്. എൻ്റെ സുഹൃത്ത് എനിക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു BROൻ്റെ ഗസ്റ്റ് ഹൗസ്. കാഞ്ചൻജംഗ എന്നാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ പേര്. പക്ഷേ അടിപൊളി സെറ്റപ്പ്. ഇതുപോലെ റൂം നമ്മൾ അന്ന് ഡൽഹി താമസിച്ച ഇതുപോലെ റൂമിലായിരുന്നു അല്ലേ, പക്ഷേ ഇത്ര സെറ്റപ്പ് ആയിരുന്നില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്. വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇതിനകത്ത് നമുക്ക് നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ, ഞങ്ങളുടെ റൈഡിങ് സാധനങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കണ്ടിലെല്ലാം നല്ല സെറ്റപ്പ് കണ്ടില്ല. അച്ഛൻ വരുന്നു കണ്ണ് കളി കണ്ടാട്ടെ. അതുകൊണ്ട് മാമ കൈ കാണിച്ച്. ഏത് മാമൻ, എന്തോ മാമൻ. പിന്നെ ഇത് കണ്ണ് വന്നപ്പോഴേ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഗുഡ് നൈറ്റ് ലേസ്, ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകൾ, നമ്മുടെ വെള്ളം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ ഇതിനകത്ത് കിഡിലെന്ന് പറയുന്നത് നമ്മളുടെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റെല്ലാം വൻ കിടിലാണ്. ടോയ്ലറ്ററി സാധനങ്ങളെല്ലാം ഉണ്ട്. ടോയ്ലറ്റ് നോക്കി കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ടോയ്ലറ്റ്. അങ്ങനെ സംഭവം എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് കണ്ണു വെള്ളം ഉണ്ടാക്കണേ മാമാർ ഒക്കെ പറയും. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു എന്താ പേരാ പറയുന്നത്, ബാൽക്കണി. ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, രാത്രിയാണ്. അതുകൊണ്ട് ബാൽക്കണി ഇപ്പോൾ പോയിട്ട് കാര്യമില്ല. എല്ലാം വ്യൂ ആണ് രാവിലെ വരുമ്പോഴത്തേക്ക്. നമുക്ക് നോക്കാതെ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് പറയാനുണ്ട്. ഫുഡും വരും, ചാവലും റൊട്ടി, ദാല് കറി, അതെല്ലാം കൂടെ വരും. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വലിയ തണുപ്പൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റും. അവളായാലും ഞാനിങ്ങനെ സോക്സും മഫ്ലറും ഒന്നും ഇട്ടിട്ടില്ല, അവൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അവൾ ഒറ്റ ഒരുത്തിയാണ്. ഞങ്ങൾക്കിപ്പോൾ അവിടെ പുറകെ ഓടുന്നതാണ് നേരെ ഇരിക്കുന്നത്. നോക്ക് കയറി ഒന്നും അറിയാത്ത പോലെ. പിന്നെ ഈ ഗസ്റ്റ് ഹൗസിന്റെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കരുത്, നമുക്ക് തന്നെ അറിയത്തില്ല എത്രയാണെന്ന്. അതെ, ബില്ല് വന്നു കഴിഞ്ഞിട്ട് പറയാം. മോള് കണ്ടേ. ആ നമ്മുടെ ആർമി മെസ്സിലെ ഫുഡാണ്. റൊട്ടിയുണ്ട്, ഇതെന്തോ ഒരു വെഴുക്ക് വരട്ടി പോലെ. പിന്നെ ദാൽ കറിയാണെന്ന് തോന്നുന്നല്ലേ, റൈസും ഉണ്ട്. ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ രണ്ടുപേരും പട്ടാളക്കാര മക്കളായതുകൊണ്ട് തന്നെ നമുക്കൊരു കുത്തിരിയില്ലല്ലേ, ചിലർക്ക് അത്രയ്ക്ക് പിടിക്കത്തില്ല. പക്ഷേ ഇത് സംഭവം കൊള്ളാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഫുഡിങ് ചെയ്യേണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഓക്കേ.